മനോരമ പത്രത്തിന് രാവിലെ ഡോക്ടർ അരുൺകുമാർ ഒരു പണി കൊടുത്തിട്ടുണ്ട്. പത്രത്തിൽ KSUക്കാർ കഞ്ചാവ് കടത്തിക്കഴിഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നാൽ SFIക്കാരുടെ പേര് വെണ്ടയ്ക്ക നിരത്തി അടിച്ചു വയ്ക്കുന്ന ആ മാമൻ മാപ്പിളയുടെ പിതൃശൂന്യതയുണ്ടല്ലോ, അതിനെ ഒന്ന് പൊളിച്ചിട്ടുണ്ട്. SFIക്കാരുടെ പേര് എവിടെയെങ്കിലും വന്നാൽ അത് ആൾക്കാരുടെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആ മാധ്യമ വ്യഭിചാരത്തെയാണ് രാവിലെ ഒളിച്ചു വച്ചിരുന്നതിനെ പത്രം വായിച്ച് പൊളിച്ചത്. അത് കേൾക്കേണ്ടതാണ്. കേരളത്തിൽ പത്രം വായിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരറിയാതെ അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം അറിയിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഈ നാട്ടിൽ പീഡനം നടത്തിയാലോ അല്ലെങ്കിൽ കഞ്ചാവ് കടത്തിയാലോ അല്ലെങ്കിൽ എന്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലോ അവരുടെ രാഷ്ട്രീയം പതുക്കെ അങ്ങ് മറയ്ക്കും. കാര്യം കുടുംബത്തിൽ പിറന്ന രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ പറഞ്ഞു വച്ചേക്കുകയാണല്ലോ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കളമശ്ശേരിയിലെ പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ അറസ്റ്റിലായ കഞ്ചാവ് കൊണ്ടുവന്ന KSUക്കാരൻ്റെ രാഷ്ട്രീയം മറച്ചു വെച്ചുള്ള വാർത്ത കൊടുത്തത്. അത് അരുൺകുമാർ വൃത്തിക്കങ്ങ് പൊളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പതിവ് പോലെ പത്രവാർത്തകളിൽ വളരെ വേഗം ഒന്ന് ഓടി നോക്കി വരാം. നമ്മൾ മനോരമയിലേക്ക് പോയാൽ മനോരമയിലെ പത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലീഡ് ലഹരിക്കടത്ത് ഒരുമിച്ച് തടയാൻ പോലീസും എക്സൈസും എന്നാണ് മലയാള മനോരമ ആദ്യ പേജിൽ നൽകിയ പ്രധാനപ്പെട്ട വാർത്ത. ഇരട്ടപ്പൂട്ട് എന്നാണ് തലക്കെട്ടിട്ടിരിക്കുന്നത്. വിവരങ്ങൾ കൈമാറും, കേസുകളും ഒരുമിപ്പിക്കും. ലഹരിക്കെതിരെയുള്ള പോലീസ് എക്സൈസ് പോരാട്ടം ഇനി ഒരുമിച്ച്. അങ്ങനെ പോലീസും എക്സൈസും ഇരട്ടപ്പൂട്ടിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഇത് കുറച്ച് നേരത്തെ വേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കില്ലേ? എനിക്കുണ്ട്. മറ്റൊന്ന്, അഭിരാജിനെ SFI പുറത്താക്കി എന്ന വാർത്ത മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാം ആദ്യ പേജിൽ നൽകുന്നു. അതേസമയം പോളി കഞ്ചാവ് 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ എന്നാണ് മനോരമ പറയുന്നത്. ഷാലിഖ് എന്ന് പറയുന്നയാളെയും മുഹമ്മദ് ആഷിഖിന്റെയും ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഷാലിഖ് KSU പ്രവർത്തകരായിരുന്നു എന്ന് പത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ മനസ്സിലാവൂല. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പെരിയാർ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളെയാണ് പോലീസ് പിടികൂടിയത്. അതിലൊരാൾ ഷാലിഖ് KSU പ്രവർത്തകരാണ്, മറ്റൊരാളുടെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമല്ല, മുഹമ്മദ് ആഷിഖ്. ഇനി കണ്ടുകിട്ടാനുള്ളത് ഒരു അന്തർ സംസ്ഥാന തൊഴിലാളിയാണ്. കൊല്ലം സ്വദേശിയായ കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയെ കൂടി ഇനി കണ്ടുകിട്ടാനുണ്ട്. മാമൻ മാപ്പിള ഇടതുപക്ഷ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ തുടർച്ചയായിട്ട് കുടുംബം മുഴുവൻ വിഷം കഴിക്കേണ്ട അവസ്ഥ വന്നേനെ. തുടർ ഭരണമാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ട് അപ്പാപ്പം പറഞ്ഞ വാക്കാണല്ലോ, എങ്ങനെ ഇടതുപക്ഷത്തെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. അതിനുവേണ്ടി ഈ നാട്ടിൽ നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കണമോ അത് നിങ്ങൾ കോൺഗ്രസ്സിലോ KSUയിലോ യൂത്ത് കോൺഗ്രസ്സിലോ പറ്റുമെങ്കിൽ ലീഗിലോ അല്ലെങ്കിൽ സംഘപരിവാറിലോ ചേർന്ന് നിന്ന് ചെയ്തോളൂ. എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം പുറത്തു വരില്ല. നേരെ മറിച്ച് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും വകയിലെ കുഞ്ഞമ്മയുടെ, അനിയത്തിയുടെ, ചേട്ടത്തിയുടെ, മാമൻ്റെ മോനെങ്ങാനോ ആണെങ്കിൽ ആ ബന്ധം പോലും നേരെ കൊണ്ടുവന്ന് SFIക്കാരെയും CPMകാരെയും പേരിൽ ചാർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന മനോരമയുടെ ആ ഇരട്ടത്താപ്പ് ഇങ്ങനെ ചാനലുകളിലൂടെ ഒരു 5 തവണ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ഒളിപ്പിച്ച് കടത്തുന്ന ആ പിതൃശൂന്യതയുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലായ്മ, അതങ്ങ് നാട്ടുകാർ അറിയാനുള്ള അവസരമുണ്ടാകും. എന്തായാലും അരുൺകുമാർ അങ്ങനെ 2 വാചകം പറഞ്ഞു വെച്ചത് നാട്ടുകാർ കേൾക്കേണ്ടതാണ്. പത്രം വായിക്കുമ്പോൾ ഏതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ലെങ്കിൽ അപ്പോൾ വിചാരിച്ചോളണം അത് KSUക്കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ലീഗനോ അല്ലെങ്കിൽ സംഘപരിവാറുകാരനോ ആയിരിക്കും. അവരുടെ രാഷ്ട്രീയം പുറത്തു പറയാത്തതാണ് മനോരമയുടെ മാധ്യമധർമ്മം. നമ്മളിത് വായിച്ച് ഇപ്പോൾ മനസ്സിലായി, മനോരമയ്ക്ക് മാധ്യമധർമ്മമല്ല മാധ്യമ കൂട്ടിക്കൊടുപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിനേക്കാൾ വ്യക്തമാകുന്ന മറ്റൊരു സന്ദർഭമില്ല. പക്ഷേ ഈ ഷാലിഖ് KSU പ്രവർത്തകരായിരുന്നു എന്ന് പത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ മനസ്സിലാവൂല.